ഹായ്, അഭിരാമിയാണ്. കുറച്ചധികം കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള റീസണൊക്കെ ഞാനൊരു പോസ്റ്റിൻ്റെ രൂപത്തിൽ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി കുറച്ചധികം മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെയും വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. അത് തന്നെയായിരുന്നു എൻ്റെ അജണ്ടയും. കഴിഞ്ഞൊരു അറൗണ്ട് 5 months ആയിട്ട് ഞാൻ ഭയങ്കര ഉൾവലിഞ്ഞിരിക്കുന്നൊരു പീരീഡായിരുന്നു എല്ലാം കൊണ്ടും. ആൻഡ് ഐ ഹാഡ് എ മേജർ മെൻ്റൽ ബ്രേക്ക് ഡൗൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബട്ട് വട്ടായിപ്പോയി, അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ആൻറ്റി സോഷ്യൽ ആവും, അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പോൾ അതെന്തുകൊണ്ടുണ്ടായി എന്നൊക്കെയുള്ള കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ച് മിസ്ഇൻ്റർപ്രറ്റ് ആയി. കാരണം ഞാനൊരാളെ പേര് റിവീൽ ചെയ്യാതെ ഞാൻ അങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ അത് കുറച്ച് മിസ്ലീഡിങ് ആയി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ആദ്യം മുതലേ തുടങ്ങാം. അതായത് ഒരു 6-7 months ബാക്ക് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻസിനും ഒക്കെയും വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് സീഡ് ഫണ്ടിങ്ങിൻ്റെയും ഒക്കെയും കാര്യങ്ങൾക്ക് ഒരു പേ ബാക്ക് എന്നൊക്കെ ഞാൻ നോക്കിയിരിക്കുന്നൊരു സമയത്ത് ഒരാൾ പോപ്ഡ് ഔട്ട് ഓഫ് നോവെയർ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വേറൊരു കാര്യത്തിനൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന മെസ്സേജസിൽ നമ്മളങ്ങനെ അത്ര അപ്രോച്ചബിൾ അല്ലാത്ത ഒരാളല്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നു. ആ ആൾക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് യൂണിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടൈലർ മെയ്ഡ്, നിങ്ങൾക്ക് വേണ്ട പോലത്തെ കസ്റ്റമൈഡ് ആയിട്ടുള്ള ലോൺ പരിപാടികൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. നമ്മളുടെ ആ ഒരു സമയത്ത് ഒരു ആവശ്യകത കാരണവും എൻ്റെ ബിസിനസ്സിനോടുള്ള എൻ്റെ ഓവർ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാരണമായിരിക്കാം അയാൾ പറഞ്ഞതിലേക്ക് ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയി. അതായത് ഒരു വലിയ എമൗണ്ട് പ്രോമിസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ CAയുടെ ചാർജസ്, അയാളുടെ പ്രോസസ്സിങ് ഫീ, അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യത്തിന് കുറച്ച് ഫണ്ട് റേസ് ചെയ്യണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ഓൾ ഒരു റാൻഡമായിട്ട് വരുന്നൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൊണ്ട് അയാൾ ചോദിച്ച് അത്രയും എമൗണ്ട് കൊടുത്തില്ലെങ്കിലും കുറച്ച് couple of lakhs I happen to pay that guy. ആൻഡ് ഇതിൻ്റെ ഈ എമൗണ്ട് നമുക്ക് ഡിസ്പേഴ്സ് ആവുമെന്ന് പറഞ്ഞ ആ ദിവസം ഈ ആൾ ഡിസപ്പിയർ ആവുകയാണ്. ദിസ് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ലാസ്റ്റ് ഡിസംബറിൻ്റെ അവസാനവും ജാൻ ആ ഒരു സമയത്താണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു സീനിൻ്റെ പാരലായിട്ട് എനിക്കുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു ഹ്യൂജ് ഫണ്ട് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വേറെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് വരും. നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും അതിനെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പേ ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോമിസ് ചെയ്യാനുള്ളൊരു സാഹചര്യം വരും. അപ്പം അങ്ങനെ ഞാൻ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് എടുത്തു. പക്ഷേ ഇയാൾ വൺ ഫൈൻ ഡേ ഡിസപ്പിയർ ആവുന്നതോടുകൂടെ ഞാനും എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് മാത്രം ബാക്കിയായി. ആൻഡ് ദെൻ ഞാൻ ഓരോ ദിവസവും മുമ്പെന്ന് പറഞ്ഞാൽ ഇത് പിച്ച് ചെയ്യുന്ന സമയത്ത് ഇയാൾ എല്ലാ അരമണിക്കൂറും ഇങ്ങോട്ട് മെസ്സേജ് ചെയ്ത് വർക്കിൻ്റെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ്സ്, ഇതിങ്ങനെയാകുന്നു, ഈ പേപ്പർ വർക്ക് ഇങ്ങനെയായി, അതെവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപ്ഡേറ്റ്സ് വരുമായിരുന്നു. പിന്നെ ഇത് നടക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ നമ്പറിൽ വിളിച്ചാൽ എടുക്കുന്നില്ല, നമ്പർ ഓഫ് ആവുന്നു, അങ്ങനെ ഭയങ്കര സീൻ. അങ്ങനെ ഒരു ജാൻ മിഡൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് മനസ്സിലായി പണി കിട്ടിയതാണെന്ന്. അപ്പോൾ എനിക്ക് ഇത് പറയുമ്പോൾ എനിക്ക് വിഷമം വരും. കാരണം നമ്മുടെ സ്വപ്നത്തെ വെച്ചിട്ടാണ് ആൾ കളിച്ചത്. അപ്പോൾ അതും നമുക്ക് പരിചയമൊന്നുമില്ല എന്ന് വെച്ചാൽ യാതൊരു പരിചയമില്ലാത്ത ആളെന്നുള്ള രീതിയിലല്ല. നമ്മൾ ബിസിനസ് പ്രപ്പോസൽസ് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു പിച്ച് എവിടെന്നെങ്കിലുമൊക്കെ ഒരാൾ വന്ന് പിച്ച് ചെയ്യുന്നു, നമുക്കത് കൺവിൻസിങ് ആണെങ്കിൽ നമ്മളത് മുമ്പോട്ട് എടുക്കും എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ അതൊക്കെ പോകും. നമുക്ക് എല്ലാം പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് കൂടെ മാത്രമല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പം ഓക്കെ, ഞാനതൊരു മിഡ് ഓഫ് ജാൻ ആകുമ്പോഴത്തേക്കും മനസ്സിലാക്കി. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറ്റിയ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എടുത്ത കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ എൻ്റെ ബ്രേക്കായി. എനിക്ക് എല്ലാവരോടും ഒന്നും അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള എനിക്കതിനുള്ളൊരു മെൻറ്റൽ സ്ട്രെങ്ത് കിട്ടിയില്ല ആ സമയത്ത്. പക്ഷേ പാരലായിട്ട് വിത്ത് ഗോഡ്സ് ഗ്രേസ് സിൻസ് മൈ ബിസിനസ് നല്ല രീതിക്ക് പോകുന്നത് കൊണ്ട് എവിടെയോ ഫുള്ളി ഞാൻ ബ്രേക്ക് ഡൗൺ ആയില്ല. ഇപ്പോഴാണെങ്കിലും ഒരു 5 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്കിതിനെപ്പറ്റി സംസാരിക്കാനുള്ള സ്ട്രെങ്ത് ഈ പറഞ്ഞ പോലെ പാരലലി എൻ്റെ വർക്ക് വാസ് ഡൂയിങ് ഗുഡ്. അപ്പോൾ അതങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു ഹോൾ ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ ഉണ്ടായ മെയിൻ റീസൺ എന്ന് വെച്ചാൽ എന്നെപ്പോലെ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ടാവും.
അപ്പോൾ ബിസിനസ് പരമായിട്ട് വാട്ടെവർ പ്രൊഫഷൻ റിലേറ്റഡ്. അപ്പോൾ ഫിനാൻഷ്യൽ സീൻസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ പൊട്ടത്തരങ്ങളിൽ പോയി വീടരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രൈമറി ഇത്. അതിനകത്ത് ഞാൻ എന്നിട്ട് ന്യൂസ് ചാനൽസിലൊക്കെ വന്നിരിക്കുന്ന ചെറിയ ഹെഡ്ലൈൻസൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ ഇതായിപ്പോയി. എനിക്കിങ്ങനെ വലിയ പ്രേമനൈരാശ്യം അങ്ങനത്തെ സീൻസിലൊക്കെ ഞാനൊരാളെ വിശ്വസിച്ച് അയാൾ എന്നെ ചതിച്ചു എന്നുള്ളൊരു ആംഗിളിലൊക്കെ തോന്നുന്ന ഒരു രീതിയിലാണത് വന്നത്. പക്ഷെ അങ്ങനെയല്ല, അതേ അല്ല. പിന്നെ ഓൺലൈൻ മീഡിയ ആണ്. നമ്മളവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എങ്ങനെ വേണമെങ്കിലും അത് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അത് കുഴപ്പമില്ല, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. പക്ഷേ എൻ്റെ ക്ലോസസ്റ്റ് സർക്കിളായിട്ടുള്ള ഒരുപാട് പേര്, ഇതിപ്പം എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ പോലും ആരാണ് അയാൾ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഐ തോട്ട് ഐ ഷുഡ് ക്ലിയർ ഇറ്റ്. നല്ല രീതിക്ക് അത് ഒന്ന് ക്ലാരിറ്റി തന്നെ പറയണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പം ഇത് പറയുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ മെയിൻലി ഇങ്ങനത്തെ ട്രാപ്പിലൊന്നും ആരും പോയി പെടാതിരിക്കാനും, രണ്ടാമത് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തതും ഒക്കെയും രീതിയിൽ ഞാൻ ഐ ഹവ് ലെറ്റ് ഡൗൺ എ കപ്പിൾ ഓഫ് പീപ്പിൾ. അപ്പോൾ എനിക്ക് അവരെ എല്ലാവരെയും വിളിച്ച് സംസാരിക്കാനെന്നുള്ളൊരു സ്ട്രെങ്ത് ഇല്ല. ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഫോൺസ് എടുക്കാണ്ടായി, എൻ്റെ കോൾസ് ഫോർവേഡിലിട്ടു, എൻ്റെ സിം തന്നെ യൂസ് ചെയ്യാണ്ടായി, ഞാൻ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്തായിരുന്നു. എൻ്റെ പേരൻസ് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഫാമിലിക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പം ഫൈനലി ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ദിസ് ഇസ് ദ ടൈം ടു ലെറ്റ് ഇറ്റ് ഔട്ട്. ബിക്കോസ് ഈ റീസെൻ്റായിട്ട് ഈ ഇഷ്യൂ ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഞാൻ ഈ പറയുന്ന ആൾക്കൊന്ന് മെസ്സേജ് ചെയ്തായിരുന്നു. അതായത് ഞാൻ ഇച്ചിരി വീക്കായിരിക്കുകയാണ്, പ്രശ്നങ്ങൾ കുറച്ച് സോർട്ട് ചെയ്യാനുണ്ട്, അതൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഐ കം ബാക്ക് ടു യു, അതുവരെ ഒന്ന് യു ക്യാൻ ഹോൾഡ്, ഡോണ്ട് വറി. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇട്ടപ്പോഴത്തേക്കും പിന്നെ ഇയാൾ പറഞ്ഞു 2-3 ദിവസം ഞാൻ കുറച്ച് എനിക്കറിയാം ഞാനൊരു വലിയ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഇതായി എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷേ ഐ ഫിക്സ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 ഡേയ്സിന് പിന്നെയും ഒരു കമ്മിറ്റ്മെൻറ്റ് ആയിരുന്നു. ആ കമ്മിറ്റ്മെൻറ്റ് പിന്നെയും ബ്രേക്ക് ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്തു, സി ദിസ് ഇസ് ഇറ്റ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ പിന്നെയും നമ്മൾ സ്റ്റുപ്പിഡായിട്ട് വിശ്വസിച്ച് പോയത് നമ്മുടെ തെറ്റ് എന്നൊക്കെയുള്ള രീതി ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ എന്നെ ചാടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സി ഇത് പ്ലീസ് വെയിറ്റ്, എനിക്കിത് കുറച്ച് പേരോട് ഇത് ഷെയർ ചെയ്യണം, കാരണം എന്നെപ്പോലെ ആരും പറ്റിക്കപ്പെടാൻ പാടില്ല എന്നുള്ള എനിക്കിതിനുള്ള സ്ട്രെങ്ത് ഉണ്ടായി. പെട്ടെന്നൊന്നുമല്ല, പറഞ്ഞ 5 മാസം എടുത്തിട്ടാണെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. അപ്പം ഞാനതങ്ങനെ പിന്നെയും പറ്റിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഷെയർ ചെയ്യും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു കാര്യം ആൾക്കാരിലേക്ക് എത്തിച്ചത്. ഇതിനകത്ത് ഈ ആളുടെ പേര് ഞാൻ ഷെയർ ചെയ്യാത്തതിന് 2 റീസൺസ് ആണുള്ളത്. ഒന്ന്, ആ കറക്റ്റ് പേരിലുള്ള ആളാണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള പേരും എനിക്കറിയുന്ന ഓൺലൈനിലുള്ള എന്താ പറയുക ഐഡൻറ്റിറ്റി മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്, ഫസ്റ്റ് തിങ്. പിന്നെ ഈ രണ്ടാമത് മെസ്സേജ് ചെയ്ത് പിന്നെയും നമ്മളെ പറ്റിക്കാൻ നോക്കുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും തന്നെ അയാളുടെ ഇൻസ്റ്റഗ്രാമൊക്കെ ഡിലീറ്റ് ചെയ്തായിരുന്നു. ആൻഡ് അനദർ തിങ്, ഞാൻ ഇതിനെ ലീഗലി ലൈക്ക് ഐ എം ഗോൺ മൂവ് അഹെഡ് വിത്ത് ദിസ് ലീഗലി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഡിഫമേഷൻ പോലത്തെയൊക്കെ രീതിയിൽ അയാൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേര് ആസ് സച്ച് റിവീൽ ചെയ്യുന്നത്. പക്ഷേ പ്രൈമറിലി കറക്റ്റ് പേരാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പം അത് ഞാൻ സം ഡേ ഡൗൺ ദ ലൈൻ ഐ വിൽ ഷെയർ വിത്ത് യു ഓൾ. പക്ഷേ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഇപ്പം പ്രൈമറിലി ഇത് പറയാനുള്ള ഏറ്റവും വലിയ റീസൺ, എന്നെ ആരും പ്രേമിച്ച് അധിക്കുകയോ അങ്ങനത്തെ സീൻസൊന്നുമല്ല. ഞാനൊരു 7 മാസം മുമ്പ് എൻ്റെ സ്വപ്നങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രെഡേറ്ററായിട്ട് കണ്ടുമുട്ടി. ആ ആൾ പ്യോർലി പ്രൊഫഷണൽ ലെവലിൽ എന്നെ ചീറ്റ് ചെയ്തതിനെ പറ്റിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് വേറൊരു ആംഗിളിലേക്കും ആരും മിസ്ലീഡ് ചെയ്ത് പോകണ്ട. ഇങ്ങനത്തെ ട്രബിളിൽ നിങ്ങളും പെടാതിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത്. അല്ലാതെ എനിക്കൊരു റിവെഞ്ച് പ്ലോട്ടോ അങ്ങനത്തെ പരിപാടികളൊന്നും ആരോടുമില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ഡു മൈ തിങ്സ് ആൻഡ് മൂവ് ഓൺ വിത്ത് മൈ ലൈഫ്. അത്രയും ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഐ മീൻ ദാറ്റ് കോഴ്സ് ഓഫ് ഫിക്സിങ് കപ്പിൾ ഓഫ് തിങ്സ്. കാരണം ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫുൾ കുറച്ച് കാര്യങ്ങളൊക്കെ കുളമായി. അപ്പോൾ അത് ഞാൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിക്ക് ഫിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ എന്നെ വിളിച്ചിട്ട് ഒക്കെയും കിട്ടാത്തതായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണ്, ഇപ്പോഴും ആണ്. പക്ഷെ അത് ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളെ പറ്റിക്കാൻ ഒരുപാട് പേര് വരും, അത് പല രൂപത്തിൽ വരും. ഇങ്ങനത്തെയൊക്കെ ആൾക്കാരുണ്ടെന്നും ഐറ്റംസും ഇങ്ങനത്തെ തരം തട്ടിപ്പുകളും ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലൊന്നും വീഴാതിരിക്കുക. ലെജിറ്റായിട്ടും പ്രോപ്പർ ഒരു വെബ്സൈറ്റൊക്കെ കൊണ്ടുവന്ന് ഞാൻ ലെജിറ്റാണെന്ന് പറയുന്നതിനകത്തൊന്നും ദയവേത് ഡോണ്ട് ഫോൾ ഫോർ ഇറ്റ്.
ചിലപ്പോൾ അതൊന്നും അതിൻ്റെ റിപ്പർക്കേഷൻസ് എടുക്കാനുള്ള സ്ട്രെങ്ത് ഒന്നും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ദിസ് പോസ്റ്റ് വാസ് ജസ്റ്റ് ടു കൺവേ ടു ഓൾ ദി ഡ്രീമേഴ്സ് ടു റിമെയിൻ സേഫ്. അല്ലാതെ എനിക്ക് ഈ പറഞ്ഞ പോലെ വേറെ അങ്ങനത്തെ റിലേഷൻഷിപ്പ്, പ്രണയം, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുള്ള ഒരു സീനേ അല്ല. അപ്പോൾ അതാണ് സംഭവം. യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.